ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഇന്ന് മനോജ് എബ്രഹാമിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തൃശൂർ പൂരം കലക്കിയതിൽ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. മറ്റ് വകുപ്പുകൾക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നും ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഈ റിപ്പോർട്ടിനെ കാണുന്നത്, കണ്ടെത്തലിനെ കാണുന്നത്? പോലീസ് മേധാവികൾ തന്നെ വ്യത്യസ്തമായ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ നേരത്തെയും എടുക്കുന്നത്. ഇപ്പോഴാൽ ഇങ്ങനെയുള്ള പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മറ്റു വകുപ്പുകൾക്ക് തൃശൂർ പൂരം കലക്കിയതിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ പോലീസിനാണ് അതുമായി ബന്ധം എന്ന് വ്യക്തമാണ്. അത് നേരത്തെ തന്നെ ഹിന്ദു സംഘടനകളൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ്. അന്ന് പൂരം കലക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഭക്തജനങ്ങളെ പൂരമേഖലയിൽ നിന്ന് അകറ്റാനും ആചാരങ്ങളും ആഘോഷങ്ങളും മുടക്കാനും വളരെ ബോധപൂർവം പ്രവർത്തിച്ചത്, ബലം പ്രയോഗിച്ച് സംഘർഷാവസ്ഥ ഉണ്ടാക്കിയത് പോലീസാണ്. അപ്പൊ അതാണ് പൂരം നിർത്തിവെക്കുന്നതിൽ പിന്നീട് വെടിക്കെട്ട് നിർത്തിവെക്കുന്നതിലേക്കും ഒക്കെ എത്തിച്ചേർന്ന സാഹചര്യം സൃഷ്ടിച്ചത്. പക്ഷേ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇതൊക്കെ വന്നപ്പോ ചില ആളുകൾക്ക് ആ പൂരം സുരേഷ് ഗോപിക്ക് വിജയമുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുകയാണ് എന്ന നിലയിൽ തോറ്റ ആളുകൾ അതിനൊരു തൊടുന്യായം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രചരണം അഴിച്ചുവിടുകയായിരുന്നു. ഇപ്പൊ ഏതായാലും എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസ് ആരാണ് അതിന്റെ നേതൃത്വത്തിലുള്ളത്, ആരാണ് അതിന്റെ മുൻകൈയെടുത്തത് എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിവാകേണ്ട കാര്യമാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൂരത്തെ അലങ്കോലമാക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം ഒരു 48 മണിക്കൂർ നേരം തുടർച്ചയായി പോലീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ പരമാവസ്ഥയാണ് ഏറ്റവും അവസാനം മടത്തിൽ വരവ് തടഞ്ഞ് ലാത്തിച്ചാർജ് നടത്തി ആചാരക്കാരെ ക്രൂരമായി വർദ്ധിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്. അതിനു മുമ്പ് തന്നെ പൂരനഗരിയിൽ ആളുകൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ബാരിക്കേഡുകൾ ഇട്ടി അതിശക്തമായ പോലീസ് സാന്നിധ്യം അവിടെ ഉണ്ടാക്കി ആളുകൾ പൂരനഗരിയിലേക്ക് വരുന്നത് തടയുകയും ചെയ്തു. ഇതേ തുടർന്നൊക്കെയാണ് അവിടെ പൂരം നിർത്തിവെക്കണമെന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പോലീസ് മാത്രമായി ഇത് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. പോലീസ് ഇതുപോലുള്ള ഒരു വലിയ ആഘോഷം മുടക്കാൻ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിന് പുറകിൽ ആരുണ്ടോ? പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കില്ലേ? ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയതും ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. കാരണം വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ പിടിവാശിയും അമിത നിയന്ത്രണവുമാണ് പൂരത്തിന്റെ പൊലിമയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇടയാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പങ്കും കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ്. നിയമങ്ങൾ മറികടന്നുകൊണ്ട് അമിതമായ ഉത്സാഹവും ആവേശമൊക്കെ പൂരത്തെയും ആഘോഷങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും മറ്റു വകുപ്പുകളും പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ തലപ്പത്തുള്ള ചില ആളുകൾ നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമിതമായ ആവേശം കാണിക്കുന്നുണ്ട്. അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്, ഭാഗികമായ അന്വേഷണമല്ല. പൂരമേനി വരാൻ പോവുകയാണ്. കുറവുകൾ പരിഹരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസികളും ജനങ്ങളുമെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ, ആവശ്യപ്പെടുന്ന രീതിയിൽ പൂരം നടത്താൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ആദ്യം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് തെറ്റായൊരു ഉത്തരവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ആശങ്കയുടെ കാർമേഘം അവിടെ ഒഴിഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാർ വീണ്ടും ഇടങ്കോലെടുക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് അറുതി വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പരാമർശം വെടിക്കെട്ട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാട്ടണം എന്നുള്ളതാണ്. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടടക്കം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടിന് പോലും സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.
ഈ റിപ്പോർട്ടിൽ മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിലും പറയുന്നത് ഈ വെടിക്കെട്ട് നടത്തുന്നതിലൊക്കെ കൂടുതൽ ജാഗ്രത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ്. പക്ഷേ ദേവസ്വങ്ങളുടെ കാര്യം വരുമ്പോൾ അതിലൊരു അവ്യക്തമായ പരാമർശം മാത്രമാണ് മനോജ് എബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അനുമതി നൽകിയാൽ നിയന്ത്രണം ദേവസ്വങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് എന്നതാണ് വരുന്ന വാർത്തകൾ. അല്ല, അതിൽ ജാഗ്രത കാണിക്കണം എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. കാരണം വെടിക്കെട്ടാണ്. അപ്പോ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതകളും ഉണ്ടാവണം. പ്രാവശ്യം നീലേശ്വരം ഭാഗത്ത് വെടിക്കെട്ടിനിടയിൽ ജാഗ്രത കുറവുകൊണ്ട് അപകടം സംഭവിക്കുകയും ദൗർഭാഗ്യകരമായ സംഭവങ്ങളും മരണമൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രത ഉണ്ടാകണം എന്നത് തെറ്റായൊരു നിർദ്ദേശമല്ല. പക്ഷേ ആ ജാഗ്രത അമിതമായ നിയന്ത്രണവും അതുപോലെ തന്നെ വെടിക്കെട്ട് തന്നെ ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട ദേവസ്വങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ ഭക്തജന സംഘടനകളും സർക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ചർച്ച നടത്തി സമവായത്തിലെത്തി ആഘോഷങ്ങളും ഉത്സവങ്ങളും അതിന്റെ പൊലിമയില്ല കുറയാതെ നടക്കണം. നേരത്തെ തന്നെ വെടിക്കെട്ടുകൾ നടന്നിരുന്നു. അവിടെ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ആ വെടിക്കെട്ട് സ്വയം നിയന്ത്രണം ജനങ്ങൾ വരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാരാണെങ്കിലും ദേവസ്വക്കാരാണെങ്കിലും അതിന്റെ മുൻകരുതലുകൾ വേണ്ട രീതിയിൽ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകാറേ ഇല്ല. എങ്കിലും ആ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്, ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ മറവിൽ ആളുകളെ ഭയപ്പെടുത്തി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പൂരത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കാൻ പാടില്ല. അതിനാവശ്യമായ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി ഈ വിഷയത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്.